കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട്. കാളിയമർദ്ദനാണ് ചാർത്തിയിരിക്കുന്നത്. കാളിയം പാമ്പിന് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ആ കാളിയം പാമ്പിന്റെ ശിരസിൽ അതാ പൊന്നുണ്ണിക്കണ്ണൻ കയറി നിൽക്കണു. രണ്ട് കുഞ്ഞിക്കാലുകൊണ്ട് കാളിയം പാമ്പിന്റെ ശിരസിൽ അമർത്തി ചവിട്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞിക്കാലുമേൽ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഒരു ചെറിയ ഉണ്ണികൃഷ്ണൻ, ചെറിയൊരു കാളിയം പാമ്പാണ് കേട്ടോ. ആ കാളിയമ്മാവിന്റെ മുകളിൽ നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ അതാ കോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി അരയിൽ കെട്ടിയിട്ടുമുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ടുമാല. മുല്ലമൊട്ടുമാലയുടെ മുകളിലും താഴ്ത്തായിട്ട് ഓരോ സ്വർണ്ണ ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണ ഗോപികൾ വെച്ചിട്ടുണ്ട്. ഈ ഗോപീതിലകങ്ങളൊക്കെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങുന്നുണ്ട് കേട്ടോ. കൈവളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു പൊന്നോടൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. വിളിച്ചുകൊണ്ടല്ല, കയ്യിൽ പിടിച്ച് വെറുതെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇടത്തെ കയ്യിൽ കാളിയം പാമ്പിന്റെ വാലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കാളിയം പാമ്പിന്റെ വാലും പിടിച്ചിട്ട് കാളിയം പാമ്പിന്റെ ശിരസിൽ കയറി നിൽക്കണം ഉണ്ണിക്കണ്ണൻ. ഗുരുവായൂരപ്പ കാളിയം പാമ്പിന്റെ ഒക്കെ ഒരു ഭാഗ്യം. കണ്ണാ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ മനസ്സിലും ആ രൂപത്തിൽ വരണേ, അനുഗ്രഹിക്കണേ. കാളിയമർദ്ദനം ആടണേ, ഞങ്ങളുടെ മനസ്സിലെ ചീത്ത ചിന്തകളൊക്കെ മാറ്റി നല്ല ചിന്തകളാക്കി മാറ്റി കണ്ണന്റെ ഭഗവത് പാദം മനസ്സിലെപ്പോഴും തെളിഞ്ഞു വരണേ ഗുരുവായൂരപ്പ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. കാളിയമ്മാവിന്റെ മോള് കയറി എല്ലാവരും കണ്ടില്ലേ ഞാൻ കാളിയമ്മാവിന്റെ മോള് കയറി നിൽക്കണം എന്നുള്ള ഭാവത്തിൽ ആ ചെറിയ ഉണ്ണിക്കണ്ണൻ എല്ലാവരും നോക്കുക. അങ്ങനെ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കളും നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന്റെ മുകളിൽ തെച്ചിപ്പൂ കൊണ്ട് ഒരു ചെരുമുടി മാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ടൊരുണ്ടമാല. താമര, തുളസി, തെച്ചി, അങ്ങനെയാണ് തടിച്ചുരുണ്ട നല്ലൊരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ നല്ല കൗതുക കാണാൻ. അതുപോലെ ആ തിരുമുടിമാലയുടെ മുകളിൽ വിധാനമായിട്ട് നാലഞ്ചുണ്ടമാലകൾ. കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് തന്നെ ഒരു 4 ബാക്കിയെല്ലാം താമരയും തുളസിയായിട്ടുള്ള 2 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷത്തോടുകൂടി പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകിയും കൊണ്ട് കാളിയമ്മാവിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കൗതുകമുണ്ട് കാണാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ജിഷ്ണുവിൻ ഗാണ്ഡീവവില്ലോ, സ്തോക കൃഷ്ണന്റെ കൊച്ചോണവില്ലോ, ഉഗ്രശോകാർക്കന്റെ രാവോ, ദൃക്ഷഘോരത്തിന്നിലാവോ, ആനന്ദത്തൂമലർക്കാവോ, മിന്നുമാകോ നന്ദഗോപന്റെ കാവോ. എന്താണിതത്ഭുതം കണ്ടാൽ നീലം വൃന്ദാവനത്തിലെ കോലം, കുമ്പിടുന്നുണ്ടു ഞാൻ എന്താകിലും അൻപെഴും തൻ പാദമൂലം. കേശവ കൃഷ്ണ മുരാരേ ഹരേ മാധവാ ശ്രീധര ശൗരേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കാളിയം പാമ്പിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണെന്ന് ചാർത്തിരിക്കുന്നത്. കാളിയമർദ്ദനാണ് ചാർത്തിരിക്കുന്നത്. ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാളിയം പാമ്പിൻ്റെ ശിരസിൽ വെച്ചിരിക്കുന്ന ആ 2 തൃപ്പാദം ഉണ്ടല്ലോ, ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി പുഞ്ചിരി തൂക്കി ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ, കൂടെ ഉണ്ട്. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. ജപിക്കല്ലേ നാമം. നാരായണ 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 നാരായണ.